കുറെ നിയാസക്ക നമുക്ക് ആരുമില്ല. ഞാനൊരു പണിഷ്മെന്റ് എടുത്തിട്ട് ഇവിടെ ഇരിക്കണേ. ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കുന്നു. നമ്മക്ക് ആരുമില്ല നിയാസെ, നമ്മക്ക് ആരുമില്ല. നിയാസക്ക ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ആരുമില്ലടാ നിയാസെ. അയ്യോ നോ നോ. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പണിഷ്മെന്റ് സുമിയുടെ വൈറ്റ് കളറിലെ ഷോൾ ഇട്ടിട്ട് ഒപ്പന ഒന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? പറ്റത്തില്ല. ഈ ഓപ്ഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തതാ. രണ്ടാമത് പണിഷ്മെന്റ് ബിഗ് ബി മൂവിയിലെ മറ്റേ ഇന്നസെന്റ് ഇല്ലേ, തലയിൽ വെച്ച ചെറിയ ചെറിയ പേനിരിക്കും, തറയിൽ വെച്ച് ചെറിയ ചെറിയ ഉറുമ്പരിക്കുന്ന ആ ഡയലോഗ് നല്ല വൃത്തിക്ക് കള്ളുകൂടി പോലെ അഭിനയിച്ച് കാണിക്കുക. ഡയലോഗ് ഞാൻ പ്ലേ ചെയ്തു തരും. ഓക്കെ. മൂന്നാമത്തത് 30 വട്ടം തവള ചാടുക. ഇങ്ങനെ തവള ഇങ്ങനെ ചാടി ചാടി മാക് 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 അങ്ങനെ ചാടുക. ഫസ്റ്റ് പണിഷ്മെന്റ്. ഓക്കെ. പണി അടുത്ത കളി കളിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ഒരു കളി കൂടി കളിക്കണം. Do the punishment properly. Okay. Go 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 go. Mac sound ഇട്. Mac 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 എടാ ഇത് പോകാം. മാക്രീന്റെ മാക് അതിട്. 20 എന്ത് 20? 10 പോലും വെച്ചിട്ടില്ല. മര്യാദ എടുക്കും പണിഷ്മെന്റ്. 3 കിട്ടും 3 കിട്ടും 6 അങ്ങനെ 3 കറക്റ്റ് പോയിക്കോ. അങ്ങനെയല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ 1 2 3. നിങ്ങളോട് ആരാ റിവേഴ്സ് പോകാൻ പറഞ്ഞ? തവള റിവേഴ്സ് പോവില്ല. ആ എണ്ണ എടുക്കും. നിങ്ങൾ എന്നെ കൊണ്ട് എണ്ണയല്ലേ തറയൊക്കെ എടുത്ത് എഴുതിപ്പിച്ചത്. ആ ഇട്ടവട്ടത്ത് കിടന്ന് ചാടി കളിക്കണ്ട. ബാക്കോട്ട് പോ. റിവേഴ്സ് എടുത്ത് പോ. റിവേഴ്സ് എന്താ ഈ വണ്ടി റിവേഴ്സ് പോവില്ലേ? 15 സൗണ്ട് ഇടിയില്ലെങ്കിൽ പാമ്പ് വരും. നേരത്തെ വിളിച്ച മലമ്പാമ്പ് വരാൻ ചാൻസ്. 18 13 18 14. താൻ പറയണത് റിവേഴ്സ് പോകുന്നത് അവളെ എവിടെ ഇരിക്കണത്? 13 18 മര്യാദ എടുക്കും. ആ ഇങ്ങനെയല്ല എടുക്കേണ്ടത്. അവിടെ നിങ്ങോട് വരുമ്പോ 1, വീണ്ടും വരുമ്പോ 2. അല്ലാണ്ട് ഓരോ ചാട്ടത്തിനും 1 ഓരോ ചാട്ടം ഓരോ അങ്ങനെ 30 പോയി പണി നോക്ക്. അങ്ങനെ ഇപ്പോഴത്തെ അങ്ങോട്ട് ഓരോന്ന് കേട്ടോ. എങ്ങനെ 20 നമുക്ക് പോകാം. അഭ്യാസം ഒന്നും വേണ്ട. മര്യാദക്ക് പണിഷ്മെന്റ് എടുത്താൽ മതി. ഓക്കെ. നിങ്ങളുടെ അഭ്യാസം ഒന്നും ഇവിടെ കാണണ്ട ആർക്കും. കരിമിക്ക മാങ്ങ കച്ചവടം വേണോ ഓറഞ്ച് കച്ചവടം വേണോ? മാങ്ങ കച്ചവടം വേണോ ഓറഞ്ച് കച്ചവടം വേണോ? മാങ്ങ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് മുളകും തേച്ച് കൊടുത്താലോ? എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇല്ല, എനിക്ക് വയ്യ, സുഖില്ല. ഞാൻ ഇതുപോലെ പോയാ അവതാർ പോവും. ഇപ്പൊ സൗകര്യക്കുറവുണ്ട്. പിന്നെ മാങ്ങാച്ചാർ വേണോ അതോ
കളിക്കാൻ നിൽക്കല്ല. നമുക്ക് അച്ചാർ ബിസിനസ് തുടങ്ങുന്നതിനോട് എന്താണ് അഭിപ്രായം? അച്ചാർ ബിസിനസ്, മാങ്ങ അച്ചാറ്, മാങ്ങ ഈന്തപ്പഴം കൂടി ഇട്ട് ഞാൻ അടിപൊളിയായിരിക്കും. സ്പൈസിയും പിന്നെ കുറച്ച് പുളിയും കൂടെ ആകുമ്പോ അടിപൊളിയായിരിക്കും. എങ്ങനെ ഉണ്ടാവും? കരു ക്ഷീണിച്ചോ? ക്ഷീണിച്ചോ കരു? അല്ല കരു ക്ഷീണിച്ചോ അല്ലെന്ന് ആദ്യം പറ, എന്നിട്ട് നമ്മൾ ഇനി ഗെയിം ഉള്ളൂ. ഇവിടെ ആരുമില്ല അതിന് സത്യമാറ്റോ. അതുകൊണ്ട് കളിക്കണ്ടോ? കുറച്ചേരം വർത്താനം പറഞ്ഞ് നമുക്ക് നമ്മുടെ ബിസിനസിനെ വിപുലീകരിക്കാം. അതെങ്ങനെ ഉണ്ടാവും? ബിസിനസിനെ വിപുലീകരിക്കണ്ട, കളി എടുത്തിട്ട് വിശ്രമിക്കാം. വേണ്ട, എനിക്കറിയാം നല്ല കട്ടക്ക് പണിഷ്മെന്റ് ആയിരിക്കും. ഞാൻ ഇല്ല. കട്ടക്ക് എന്ത് പണിഷ്മെന്റ്? അങ്ങനെ കട്ടക്കിന് പണിഷ്മെന്റ് അങ്ങനെ കൊടുക്കണേ? നിങ്ങൾ ചിലപ്പോ തന്നാലോ? തരില്ല. ഇവിടെ ഒരു പെണ്ണ് വരുന്നെടുക്കണോ? ഏത് പെണ്ണ്? ഒരു കളി കൂടി കളിക്കുക, തോറ്റാലും ജയിച്ചാലും. വാ, ഒറ്റ കളി. പണിഷ്മെന്റ് ആ ചെറുതന്നെ. പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും പണിഷ്മെന്റ് തരുന്നത്. ജയിക്കുമല്ലെന്ന് അറിയില്ല, ഇയാളെ കട്ടക്ക് പണിഷ്മെന്റ് തരുന്നത്. നമുക്ക് നോക്കാം. ലാസ്റ്റ് കളിയാണ്. പണിഷ്മെന്റ് ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോൽക്കുമ്പോ എന്തെങ്കിലൊക്കെ കണ്ട് നാട് നിങ്ങൾ മോന്താണ്ട് ഇഷ്ടപ്പെടാത്ത എന്താ? കളിയാവുമ്പോ തോൽവി ജയമൊക്കെ ഉള്ളതാ. അയ്യോ അത് നിങ്ങൾക്ക് അറിയാലോ. താങ്ക് യു. ബസ് സ്റ്റോപ്പിൽ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗെയിം ഇടാൻ പറഞ്ഞു, അത് ഇട്ടു. പിന്നെ ഞാനൊരു ഗെയിം ഇടാൻ പറഞ്ഞു, ഇട്ടു. പിന്നെ നമ്മള് ഗെയിം തീർന്നു. അങ്ങനെ തന്നെ കളി, തോൽവിയും ചയക്കുന്നുള്ള തന്നെ. ഒന്നാമത്തെ പണിഷ്മെന്റ് ആ ഇട്ട ഡ്രസ്സിലൊരു ഒപ്പന. രണ്ടാമത്തെ പണിഷ്മെന്റ് എടുക്കുന്നത് തവള കുളത്തുനിന്ന് വെള്ളം കിട്ടാതെ അലിയ. എന്നിട്ട് ക്രാക്ക് റൂം അങ്ങനെ 30 വട്ടം. ഓക്കെ, ക്രാക്ക് റൂം. എങ്ങനെ കറങ്ങുന്ന എനിക്കറിയാം. അവിടെ താൻ ഒരുപാട് ചിലക്കണ്ട. അങ്ങനെ 30 വട്ടം തവള വെള്ളത്തിലല്ല കേട്ടോ, കരയില്. ഓക്കെ, വെള്ളം കിട്ടാതെ അലിയണം. ഓക്കെ, 30 വട്ടം ക്രാങ്ക് റൂം. ഓക്കെ, മൂന്നാമത്തെ പണിഷ്മെന്റ് എന്താ തന്നത്? മൂന്നാമത്തെ പണിഷ്മെന്റ് ഇന്നസെന്റ് ബിഗ് ബിയിലെ ഇന്നസെന്റ് ഇട്ട കള്ളിത്തുണി മുണ്ടൂട്ടിട്ട് കാറിന്ന് ഇറങ്ങിയിട്ട് കള്ളുടിട്ട് ഇത് ഞാനിവിടെ വെക്കും. ഓക്കെ, അല്ലെങ്കിൽ ജട വെക്കുക, ഏതായാലും വേണ്ടില്ല. നിങ്ങൾ കേക്കട്ടെ. എന്റെ ഫോണിലൊന്നും അടിച്ചു. ഇക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ, വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അത് മാറ്റി താടോ പ്ലീസ്. ഇവിടെ എന്താ ഐഡിയ ഇക്ക് വെക്കാൻ അറിയില്ലല്ലോ. അവൻ വെക്കട്ടെ. ഇവിടെ മാറ്റി പ്രോപ്പർ ആയിട്ട് എടുക്കാം. എന്ത് ഒന്നും ഇത് വെച്ചോ, കരയിൽ വെള്ള തവള ചാറിന് എടുത്തോ, ഞാനല്ല എടുത്ത്. അല്ലെ ഒപ്പന കളിച്ചോ. എങ്ങനെ ചിന്നോട് പറഞ്ഞത്? ചിങ്കേജി ഇതല്ലേ പറഞ്ഞത്? ഒപ്പന ഏതാ ഇടുക? അസുഖുസിലെ പെണ്ണുണ്ടോ, പെണ്ണിന് ചെക്കനുണ്ടോ? ഏത് നല്ല ഒപ്പന പാട്ട്? ഏതാ ഒപ്പന പാട്ട്? അതോ? അത് കളിച്ചോ ഒപ്പന. വേറൊരു പണിഷ്മെന്റ് മാറ്റിത്താ, എനിക്ക് പറ്റൂല. ഒന്നാലും ഞാൻ മാറ്റിട്ടില്ല. 3 പണിഷ്മെന്റ്, 3 എനിക്ക് തന്ന അതേ സെയിം പണിഷ്മെന്റ്. ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല. സെയിം പണിഷ്മെന്റ് എനിക്ക് തന്നത്. ഏതെങ്കിലും ഒന്ന് മാറ്റിത്താ പ്ലീസ്. മാറ്റിത്താ പ്ലീസ്. സായിപ്പുമാര് 2 അക്ഷരം കണ്ടുപിടിച്ചിട്ടായി എപ്പോഴും പ്ലീസ് 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 എന്ന് പറയണ്ട. എനിക്ക് വയ്യ, മാറ്റിത്താ. പറ്റില്ല. തലവേദനയാ. മനസാക്ഷി ഉണ്ടോടോ നിങ്ങൾക്ക്? മനസാക്ഷി ഉണ്ടോ? ഒന്നെങ്കിൽ പണിഷ്മെന്റ് മാറ്റി തരാം, ഇല്ലെങ്കിൽ ഗെയിം ഇടേണ്ടി വരും. ഏതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ.
ആൾക്കാർ പേടിച്ച് പണ്ടുന്ന ആളല്ലല്ലോ ഗെയിം ഇടും തനിക്ക് അറിയത്തില്ലേ ഗെയിം കളിച്ചോണ്ടിരിക്കോ പണിഷ്മെന്റ് എടുക്കണോന്ന് എനിക്ക്. ആൾക്കാരെ കേട്ടിട്ട് പണിഷ്മെന്റ് എടുക്കാതെ മുങ്ങല്ലേ? ഏതെടുക്കണേ പറയും. ഒന്നെങ്കിൽ മാറ്റാനില്ലെങ്കിൽ ഞാൻ എന്റെ മാതിരി ഗെയിം ഇടൂലാന്ന് വേണ്ട എവിടെയെങ്കിലും പേടിച്ച് പഠിക്കണോ? നിങ്ങളിപ്പോ പറഞ്ഞത് ലാസ്റ്റ് ഗെയിം എന്താ പറഞ്ഞോണ്ട് ലാസ്റ്റ് ഗെയിം അത് നിങ്ങൾക്ക് പോയിട്ട് വേറെ വല്ല അത്യാവശ്യം ഉണ്ടോ? എനിക്കൊരു ഇന്നെ ഒരുപാട് പെൺകുട്ടികൾ കരീമിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഒപ്പന എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള സോങ് എടുക്കാം. കാണാൻ അഴകുള്ള എന്ന് പറഞ്ഞ സോങ് എടുക്കാം. അതാകുമ്പോ എനിക്ക് കളിക്കാൻ പറ്റും. അതൊക്കെ നിന്റെ എവറി ടൈം നിന്റെ ഇഷ്ടം. കാണാൻ അഴകില്ലായും വേണ്ടില്ല, കാണാതെ അഴകുണ്ടായാലും വേണ്ടില്ല, ഇവിടെ അഴകുണ്ടായാലും മതി. നിങ്ങൾ എന്തിനാ 1.3 ആൾക്കാരെ കുത്തിരിക്കണം? എല്ലാവരും ഇറങ്ങിപ്പോ, എനിക്ക് ദേഷ്യം വന്നു. കാണട്ടെ അങ്ങട്ട്. ആദ്യം പാട്ട് നോക്കട്ടെ. താലമ്പ മുണ്ടിടണോ? മുണ്ടൊന്നുമില്ല ഇവിടെ. ആളെടുത്തിട്ടോ തുമിടെ അടിപ്പാവ എന്തൊക്കെ ചിടാൻ പറഞ്ഞേ? ഓളെ ചുരിദാറും ഓളെ മുണ്ടും ഇട്ടിട്ട് കളിച്ചാനല്ലേ? ഒപ്പന മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡാൻസ് ആക്കി. ഒരു മിനിറ്റ്, ഈ സോങ് ഒന്ന് ഞാൻ കേൾക്കട്ടെ ആദ്യം. കുറെ നാളെ പാട്ടായിക്കുന്നുണ്ട്. വിട്ടുക്ക് അത് ഉടായ്പ എടുക്കൂല. നിർത്തിക്കോ. ഉടായ്പ എടുക്കൂല. ഓക്കെ, ഓക്കെ അല്ലേ? എവിടെ ഫുള്ള് കളിക്കാൻ പറയല്ലേ, എനിക്ക് വയ്യ. പോയി പണി നോക്ക്. ഞാൻ ഇവിടെ 30 എടുത്ത് മടക്ക് വെച്ചേ. സ്റ്റെപ്പും വേണ്ടേടോ, റീലിന് വേണ്ടി 4 വരെ ചെയ്യുന്നല്ലോ. എന്തെങ്കിലും ഒന്ന് മാറ്റി തരുമോ? മാറ്റി തരൂല. ഓക്കെ, ഈ കാണാനഴകുള്ളിയുടെ DJ ഉണ്ടോ? DJ കാണാനഴകുള്ള സോങ്ങിന്റെ DJ ഉണ്ടോ? കരിമിക്ക ഞാൻ ചൊറിഞ്ഞപ്പോ തനിക്ക് ചൊറിഞ്ഞ? ഇവിടെ നോക്കടോ, താൻ ഇതുപോലെ ലൈവിൽ ഇരുന്നിട്ട് ഫുൾ സ്ക്രീൻ കാണിച്ചിട്ട് ചൊറിയുമ്പോഴേ തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോ എന്തെങ്കിലും? നല്ല ചൊറി, നല്ല മാന്ത്. ആ ചൊറിയാടോ. തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മര്യാദ കടങ്ങൊന്നും. ആ എന്താ വല്ല പറയാനുണ്ടോ? തനിക്ക് എന്ത് തനിക്ക് ചിരി വരുന്നേ? ഗെയിം കളിച്ചിട്ട് നമുക്ക് പണിഷ്മെന്റ് എടുക്കാം. അതെങ്ങനെ ഉണ്ടാവും? വേട്ടാവളി ആദ്യം പോയിട്ട് പണിഷ്മെന്റ് എടുക്കാം. പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് ഗെയിം എടുക്കാം. ഞാൻ ഇതേമാതിരി കളിക്കാം.